ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും തുടങ്ങുന്ന മനുഷ്യ ജീവിതം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ഒരു വഴികാട്ടി നിർബന്ധമാണ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? മനുഷ്യന്റെ അടിസ്ഥാനം പിഴച്ചു പോവാൻ സാധ്യതയുള്ള ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, ഇന്നമാ ഔത മുദിർ വലികുല്ലി ഖൗമിൻ ഹാദ്. ഒരു മുൻഗാമി ഒരു വഴികാട്ടി കടന്നു പോവാത്ത ഒരു സമൂഹവും മുൻകാലങ്ങളിൽ വന്നിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു വഴികാട്ടി നിർബന്ധമാണ്. ഇവിടെ ഒരു ഹാദ് വഴികാട്ടി ഉണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ വഴികാട്ടി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. വഴികാട്ടി ഇല്ലാതെ വന്ന ഒരു കാലഘട്ടം നാം കാണുന്നത് മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാമിന്റെ കാലത്തിന് ശേഷം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ ആ 600 വർഷത്തിൽ ഒരു വഴികാട്ടി ഇല്ല, ഒരു പ്രവാചക സാന്നിധ്യം ഇല്ല. എന്നാൽ ആ 600 വർഷത്തെ കാലഘട്ടത്തെ ചരിത്രം സൂചിപ്പിക്കുന്നത് അങ്ങേ തലക്കിൽ ഈസാ നബിയുടെ അസാന്നിധ്യം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം വരെയുള്ള ആ 600 കൊല്ലത്തിന്റെ 600ാമത്തെ കൊല്ലം ഡാർക്ക് ഏജ് എന്ന ചരിത്രം വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗം. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാതെ വെറും കാനന സമാന ജീവികളായി ജീവിച്ച മനുഷ്യൻ. അവിടേക്ക് വെള്ളത്തോളിന്റെ മനോഹരമായ കവിത പോലും അതേക്കുറിച്ച് വെള്ളത്തോളിന്റെ മനോഹരമായ കവിത പോലും അതേക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു. ഒരു ആദർശമോ സത്യമോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തിന്റെ സർവകാലമായി സങ്കല്പിച്ചാൽ അതിന്റെ ഇടയിലെ തണലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നൂറ്റാണ്ടുകൾക്കിടയ്ക്കലൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ നടുന്ന വൃക്ഷത്തെ തണിക്കു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. ഈസാ നബിയുടെ കാലം മുതൽക്ക് ഇന്ന് ഈ ദിവസം വരെയുള്ള പെരുത്തു നൂറ്റാണ്ടുകൾ കിടക്കലൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരനായ അല്ലാഹു ആദർശം വെറ്റി വരണ്ടു പോയ സത്യത്തിന്റെ വക്താക്കളെ കാണൽ പ്രയാസമായ ഈ ലോകത്തിൽ ഈശ്വരനായ അല്ലാഹു നടുന്നു വൃക്ഷത്തെ തണിക്ക് പാന്തരായി ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചു. ലോകത്തിന് മൊത്തവും തണലായി ആ വൃക്ഷം ഇവിടെ നിലകൊണ്ടു. ആ വൃക്ഷമാണ് മക്കയുടെ വരദാനം, മദീനയുടെ മന്ദമാരുതൻ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ അമീനെ മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഞാൻ പറഞ്ഞു വന്നത് 600 കൊല്ലം പ്രവാചക സാന്നിധ്യമില്ലാഞ്ഞിട്ട് അല്ലാഹു വിളിക്കാൻ ലോകത്ത് ആളില്ലാതെ വന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ 600 കഴിഞ്ഞു, പിന്നെ 600 കഴിഞ്ഞു, പിന്നെ ഒരു 200 കഴിഞ്ഞു, അങ്ങനെ 1400 കൊല്ലം ഒരു പ്രവാചക സാന്നിധ്യമില്ലാതെ വഴികാട്ടിയില്ലാതെ ഈ ലോകത്ത് ഇന്നും ഇത്രയും ആളുകൾ സത്യത്തെ ഇഷ്ടപ്പെടാൻ, സത്യമതത്തെ ഇഷ്ടപ്പെടാൻ, അല്ലാഹുവിന്റെ ദീനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയാൻ ഇത്രയും ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഒരു പ്രവാചക സാന്നിധ്യമില്ലാതെ ഈ പ്രക്രിയ എങ്ങനെ ഇവിടെ നടക്കുന്നു എന്നുള്ളിടത്താണ് പരിശുദ്ധ ഖുർആൻ ഇടപെടുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഏത് കാലഘട്ടത്തിലും മാറി മാറി വരുന്ന ഏത് യുഗത്തിലും മാറാത്ത ശബ്ദമായി നിലകൊള്ളുന്നു. ജർമ്മൻ ദാർശനികനായ ഗെയ്ഥയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, this book will go on exercise all through all ages a most potent influence. എല്ലാ കാലഘട്ടങ്ങളിലും പരമപ്രധാനമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രക്രിയാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ കാലഘട്ടങ്ങളിലും ഇടപെടും. അത് ഈ ഗ്രന്ഥത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സിദ്ധാന്തത്തെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർദ കാനതാ റത്ഖാ ഫഫതഖനാഹുമാ
വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എന്തൊരു ചിന്തനീയമായ ആയത്താണിത്. സത്യം അറിഞ്ഞിട്ട് നിഷേധിച്ച ആളുകൾ കാണുന്നില്ലേ, ആകാശവും ഭൂമിയും ഒട്ടിപ്പിടിച്ചിരിക്കായിരുന്നു. നാം അതിനെ രണ്ടിനെയും രണ്ടായി പിളർത്തി. 920 ബെൽജിയം ശാസ്ത്രജ്ഞനായ സോറസ് ലിമേറ്റർ അദ്ദേഹത്തിന്റെ ബിഗ് ബാങ് തിയറി ആവിഷ്കരിക്കുമ്പോൾ ആ സ്ഫോടനത്തെയാ പറഞ്ഞത്. ലോകമൊരു സ്ഫോടനം കൊണ്ടുണ്ടായി എന്നാ പറഞ്ഞത്. 70 വർഷങ്ങൾക്ക് ശേഷം 990-ലാണ് ബെൽജിയംകാരൻ കണ്ടുപിടിച്ച അന്നത്തെ ബിഗ് ബാങ് തിയറിയുടെ അടുത്ത അപ്ഡേഷൻ വരുന്നത്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ സ്റ്റീഫൻ ഹോക്കിംഗ് പോലും അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ പഠനങ്ങളിൽ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം ഈ ബിഗ് ബാങ് തിയറി ലോകത്ത് ഈ സ്ഫോടനം മുഖേന ഉണ്ടായ കാര്യത്തെ കുറിച്ചുള്ള തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് എങ്ങനെ ജീവൻ ഉണ്ടായി എന്നതിന്റെ അന്വേഷണത്തിൽ ആ ജീവഗണത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റൂഹ് വനഫഖ്തു മിർ റൂഹി എന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ജീവന്റെ ഉത്ഭവം. ചാൾസ് റോബർട്ട് ഡാർവിൻ ഈ ജീവനെ തേടി അന്വേഷിച്ചു. സഞ്ചാരം നടത്തിയത് 25 വർഷം. അയാള് കപ്പലിൽ സീറ്റിലിരുന്നത്, കസേരയിലിരുന്നത്, ഇരിപ്പിടത്തിൽ കഴിച്ചുകൂട്ടിയത് അന്വേഷണ സഞ്ചാരത്തിൽ 5 വർഷം ടൈമാണ് അദ്ദേഹം ആ സീറ്റിലിരുന്നത്. ആ ടൈം കണക്ക് കൂട്ടിയാൽ 5 കൊല്ലം വരും. അയാൾ ഒരു സത്യനിഷേധിയായിരുന്നു. ഒരു പ്രകൃതിവാദി കുടുംബത്തിൽ പിൻഗാമിയായി വന്ന പൂർവികരുടെ ഒരു പിന്തുടർച്ചക്കാരനായിരുന്നു. അവലമറല്ലദീന കഫറൂ, സത്യമറിഞ്ഞ് നിഷേധിച്ച അയാൾ കണ്ടില്ലേ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ, ഒട്ടിപ്പിടിച്ചിരുന്ന ആകാശത്തെയും ഭൂമിയെയും ഫഫതഖനാഹുമാ, നാം പിളർത്തി. അവസാനം ഡാർവിൻ പറഞ്ഞു വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവന്റെ ഉത്ഭവത്തിൽ ജനസാന്നിധ്യമുണ്ട്, ജലസാന്നിധ്യമുണ്ട് എന്ന് അയാൾ പോലും സിദ്ധാന്തിച്ചു കൊടുത്ത് പറയേണ്ടി വന്നു. അല്ലാഹു ചോദിക്കുന്നു അവലമറല്ലദീന കഫറൂ, സത്യം നിഷേധിച്ചവൻ കണ്ടില്ലേ? കണ്ടു, കണ്ടുപിടിച്ചു. അവൻ കണ്ടുപിടിച്ച അവനോട് ഇനി ഖുർആൻ ചോദിക്കുക ഫലാ യുമിനൂൻ, എന്നഞ്ഞ് വിശ്വസിച്ചുകൂടെ? ഓരോ കാലഘട്ടത്തിന്റെയും കാൽച്ചിലമ്പുകളെ കാലെ കൂട്ടി മനസ്സിലാക്കി കാലോചിതമായി പറയാ ഖുർആൻ. അതിങ്ങനെ മുന്നോട്ട് പോകും. അതിൽ ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ വന്നു അത്ഭുതങ്ങൾ കാണിച്ചു. ഇബ്രാഹിം നബി അത്ഭുതം കാണിച്ചു. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ പോയ അത്ഭുതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിൽ ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ പോയ അത്ഭുതം പറയുന്നുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ 40 ദിവസം, ഒരു റിവായത്ത് 50 ദിവസം കഴിച്ചുകൂട്ടി. തീയ ശരീരത്തിൽ ഒരു കരിച്ചിലോ വട്ടമോ കോട്ടമോ ഉണ്ടാക്കിയില്ല. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദാ ഫജഅൽനാഹുൽ അഖ്സരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതകരമായി തീക്കുണ്ടാരത്തിൽ നിന്നും പുറത്തു വന്നു. എന്നാൽ കേൾക്കണേ, ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ ചുറ്റിവെച്ച നാടകൾ കരിഞ്ഞു പോയി എന്നല്ലാതെ ആ ശരീരത്തിൽ തീ സ്പർശിച്ചില്ല. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാസ്ഥ്യം അനുഭവിച്ചത്, സുഖമായി കഴിഞ്ഞുകൂടിയത് ആ ദിവസങ്ങളിലായിരുന്നുവത്രേ. തീക്കുണ്ടാരത്തിന്റെ അകലെ നിന്നുകൊണ്ട് പൊന്നുമോൻ തീക്കുണ്ടാരത്തിൽ കിടക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞ പൊന്നാര ഉമ്മ മഹ്ദിയായ ഉമൈല റളിയല്ലാഹു അൻഹാ, ഇബ്രാഹിം നബിയുടെ ഉമ്മ. മഹ്ദി അവர்கள் പൊട്ടിക്കരഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന്റെ അകത്തേക്ക് സമനില തെറ്റി പൊട്ടിക്കരയുന്ന ഉമ്മാനെ സ്നേഹത്തോടുകൂടെ വിളിച്ചപ്പോ പൊന്നാരമോന്റെ തീക്കുണ്ടാരത്തിന്റെ അനുഭവം പോലെ തന്നെ മകൻ വിളിച്ച ഉമ്മാക്കും തീക്കുണ്ടാരത്തിന്റെ ചൂട് സ്പർശിതമായില്ലെന്ന് മഹാന്മാരായ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് വിവരിക്കുന്നോടത്ത് ഇബ്നു തീമിയയോട് സുശൻ ഇബ്നു കസീറിന്റെ ഖസസുൽ അംബിയ രേഖപ്പെടുത്തുകയാ.
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയേ, വിശാല വിസ്തൃതമായ എന്റെ ചിറകുണ്ടല്ലോ നബിയേ, ഏത് ചിറകാണെന്നറിയുമോ? യണ്ടുള്ള റൂഫത്തിൽ ഫാർത്തു താവെളിപ്പെന്നും സിദ്റത്തുൽ മുൻതഹായിങ്കൽ ബൈത്തിട്ട് കണ്ടു അഫ്വദ് അജ്നാഹർ കർമൂറുണ്ട് കഫനേള് പൂവിയും മറൈഫാൻ ഫോതുമതിലുണ്ട് ബിണ്ടു വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറിലും നണ്ടായി നബി പട്ടം കെട്ടപ്പെട്ട ആണ്ടില്ലാതി മൊയ്ൻകുട്ടി വൈദ്യരുടെ ഹിജ്റ എന്ന കവിതാ സമാഹാരത്തിൽ ജിബ്രീലിനെ വർണ്ണിക്കുന്നത് എണ്ടുള്ള രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ ഫാർത്തു മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കണ്ടു ജിബ്രീലിനെ. റഅയ്തു ജിബ്രീല ഇൻദ സിദ്റത്തിൽ മുൻതഹാ വലഹു 600 ജനാഹ്, 600 ചിറകോടുകൂടെ ഞാൻ ജിബ്രീലിനെ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജിബ്രീലിന്റെ ചിറകുമായി തീക്കുണ്ടാരത്തിന്റെ സമീപം വന്നിട്ട് പറഞ്ഞു, ഞാനിതൊന്ന് ആഞ്ഞു വീശിയാൽ ഈ തീ അണയും, എന്റെ വല്ല ആവശ്യമുണ്ടോ? നിന്റെ ഒരു ആവശ്യവുമില്ല, നിനക്ക് തിരിച്ചു പോവാമെന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. ഈ അത്ഭുതം ഒരു ചരിത്രം മാത്രം, അത് അവിടെ തീർന്നു, അത് ഇനി ആവർത്തിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ അത്ഭുതം കാണിച്ചു. അല്ലാഹുവിന്റെ ദീനിന്റെ അനിവാര്യമായ നിലനിൽപ്പിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال موسى يا فرعون إني رسول من رب العالمين حقيق على أن لا أقول على الله إلا الحق قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل. ഫറോവയുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കി മഹാനായ മൂസ അലൈഹിസ്സലാം ഇസ്രായേലി സമൂഹത്തിന്റെ സമുദ്ധരണത്തിന് വേണ്ടി വാഗ്വാദങ്ങൾ നടത്തി. ഫറോവയുടെ മുന്നിൽ അല്ലാഹ് ഉണ്ടെന്ന് പറയാനുള്ള തെളിവുമായി ചെന്നു. കയ്യിലുള്ള അമൂല്യമായ വടിയ കൊട്ടാരത്തിന്റെ മുന്നിൽ അങ്ങ് ഇട്ടതോടുകൂടെ 9 മുഅ്ജിസത്തുകൾ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. അതൊരു വലിയ പാമ്പായി മാറി. ആ വടി ഇന്നുണ്ടോ? തീർന്നിട്ടില്ല. ഇപ്പോഴും ആ വടി തുർക്കിയിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് അത് പാമ്പാവൂല. അത് അന്ന് പാമ്പായി ചരിത്രമായി അവശേഷിച്ചു. പിന്നെയും കാലം ഇപ്പുറത്തേക്ക് വന്നു. സൂറത്ത് ആൽ ഇംറാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറസൂലൻ ഇലാ ബനീ ഇസ്രായീല അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിൻ റബ്ബികും أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. സയ്യിദുനാ ഈസ ഇസ്രായേലി സമൂഹത്തിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, തൗറാത്തിന്റെ തുടർച്ചക്കാരനാണ് ഞാൻ, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് പറയാൻ വന്നവനാണ് ഞാൻ. ആ തെളിവ് ഞാൻ കാണിച്ചു തരട്ടെ. കളിമൺ സത്ത കൊണ്ട് ഞാൻ ഉരുട്ടി ഉണ്ടാക്കിയതായ പക്ഷിയുടെ രൂപത്തിൽ ഞാനൊന്ന് ഊതിയാൽ
ഞാൻ അതിലേക്ക് ഊതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം ചിറക് വിടർത്തി പറക്കുന്ന പക്ഷിയാകും. ഞാനത് അള്ളാഹ് ഉണ്ടെന്നതിന്റെ തെളിവായി കാണിക്കാം. سيدنا عيسى فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله. മരിച്ചവരെ ജീവിപ്പിക്കുന്നു. വെള്ളപ്പാണ്ടെന്ന് പറയുന്ന ഒരാളുടെ സ്കിന്നിലെ ന്യൂറോണുകൾ നശിച്ച രോഗത്തെ ഞാനൊന്ന് തടവിത്തലോടി അത് ഭേദപ്പെടുത്തുന്നു. കണ്ണില്ലാത്തവന്റെ മുഖത്ത് ഞാൻ തടവി കണ്ണ് നൽകുന്നു. ഞാൻ ഇതെല്ലാം അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം ചെയ്യാം. മരിച്ചവരെ ജീവിപ്പിക്കുന്നതടക്കമൊക്കെ ചെയ്തു കാണിച്ചു. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും മനസ്സിന്റെ അകത്ത് ആരോടും പറയാതെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന സ്വകാര്യങ്ങളും ഞാൻ പച്ചയായി വിളിച്ച് പറയാം. ഇതെല്ലാം അല്ലാഹു ഉണ്ടെന്നതിന്റെ തെളിവായി ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. സയ്യിദുനാ ഈസാ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകൻ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിരുന്നു. ഒരു ചരിത്രം അതവിടെ തീർന്നു. ഒരു ചരിത്രമായി പറയാം, പക്ഷെ അത് സഞ്ചരിക്കുന്നില്ല. എന്നാൽ ഖുർആൻ കിട്ടിയ അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഉറക്കെ പറയൂ, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അബൂ ഹസൻ അലി അൻ-നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം 4 വാള്യം 1-ാമത്തെ വാള്യത്തിൽ മാനവരെ കുറിച്ച് പറയാൻ നദവി സാഹിബ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കലിമ ചൊല്ലിയ ആ മഹാഭാഗ്യം കിട്ടിയ മഹാനായ മനുഷ്യൻ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഖുർആൻ കയ്യിലേന്തിയ മഹാനായ ഈസാ നബിക്ക് അന്ന് മുഅ്ജിസത്തിലൂടെ കഴിഞ്ഞത്, മഹാനായ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞത്, മഹാനായ മൂസാ നബിക്ക് കഴിഞ്ഞത്, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ കസമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ കണ്ണിൽ കാണാത്തതും ഖൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ ഖബറകത്തെന്നും സലാമീനെ കേട്ടോവർ ഖബറകത്തുള്ളത് റോഡ് മോളിന്തോവർ. എന്തൊക്കെ അത്ഭുതങ്ങൾ! ചത്തചകത്തിന് ജീവനിടിച്ചോവർ ചാകും കിലാസത്തെ നന്നാക്കി വിട്ടോവർ കുപ്പിക്കകത്തുള്ളേ വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബകമെന്നോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കുസാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. ജൂത സമൂഹത്തിന്റെ പീഡന താഠനങ്ങളിൽ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം വീർപ്പുമുട്ടിയ ഒരു കാലഘട്ടത്തിലാണ് ആകാശാരോഹണം ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു അങ്ങോട്ട് കൊണ്ടുപോയത് ഈസാ നബിയുടെ തിരിച്ചുവരവ് പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധകൻ എന്ന നിലയിലാണ്. അന്ന് ഇഞ്ചീൽ കയ്യിലുണ്ടായി. ആ സമൂഹത്തിന്റെ മുന്നിൽ ഈസാ നബിക്ക് ഇന്ന് ഖുർആനുമായി പ്രതിരോധത്തിന്റെ പ്രതിബന്ധത്തിന്റെ ഒരു വലിയ ശക്തി തീർക്കാൻ ഖുർആനുമായി ഇറങ്ങിത്തിരിക്കുന്നിടത്ത് ഈസാ നബിയുടെ വിയർപ്പ് കണത്തിന്റെ വാസന പോലും അധികം. അത് തന്നെ ആയുധം. ദജ്ജാല് യഹൂദികളുടെ കൂടെ കൂടി ദജ്ജാൽ ഈസാ നബിയുടെ മുന്നിൽ വലിയ പ്രതിയോഗിയായി നിൽക്കുന്നിടത്ത് ദജ്ജാലിനെ ചുരുട്ടിക്കെട്ടാൻ ഈസാ നബിയുടെ കയ്യിലുള്ള ആയുധം മഹാനവറുകളുടെ വിയർപ്പിന്റെ വാസന മാത്രം. എന്തേ അന്ന് ഇഞ്ചീൽ കൊണ്ട് കഴിയാതിരുന്നത്? അത് ഖുർആൻ കൊണ്ട് ഇന്ന് കഴിയുന്നു. ഈസാ നബി ഇന്ന് നബിയല്ല, ഇന്ന് വരുമ്പോൾ ഒരു ആലിമാണ്, ഒരു വലിയാണ്. ഖുർആന്റെ വക്താവായ വലിയന് അങ്ങനെ കഴിയുമ്പോൾ
മഹാനായ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നു, മുഅ്ജിസത്ത് കൊണ്ട് പൂർവികരായ അമ്പിയാക്കൾക്ക് സാധ്യമായത് കറാമത്ത് കൊണ്ട് ഖുർആന്റെ വക്താക്കളായ ഔലിയാക്കൾക്ക് സാധ്യം. അല്ലാഹു അവരുടെ തണലിൽ ചേർക്കട്ടെ. കാരണം അത് ഖുർആനിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഈ ഖുർആന്റെ പ്രബോധനം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളാൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഒരു പ്രവാചക സ്ഥാനത്ത് നിന്നുകൊണ്ട് തസ്കിയത്ത് നടത്തുന്നു. ഖുർആൻ ആളെ നന്നാക്കുന്നു. എന്നിട്ട് എന്തേ ഞാനും നിങ്ങളും നന്നായോ? ആലോചിച്ച് നോക്കണേ. ഖുർആന്റെ പണി എന്താ? ആലോചിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. ഖുർആൻ ഒരാളെ നന്നാക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വേണ്ടി, കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ ഒളിച്ചിരുന്ന ആളാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചം കൊടുത്തു. അന്ന് മഹാനവറുകൾ പാരായണം ചെയ്തതായി കേട്ടത് സൂറത്തുൽ ഹാഖ. മഹാനായ ഹബീബായ നബി തങ്ങളുടെ പാരായണത്തിന്റെ വെളിച്ചം കിട്ടിയതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന് ഖുർആനിനെ കുറിച്ചൊരു ധാരണയുണ്ടായി. ആലോചിച്ചു നോക്കണേ. പുന്നാര നബി തങ്ങളുടെ പ്രബോധനം തന്നെ ഖുർആൻ പാരായണമായിരുന്നു. റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന കിതാബിൽ അബൂ ഹസൻ അലി അൻ-നദവി സാഹിബ് രേഖപ്പെടുത്തുന്നുണ്ട്, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ ളുഹർ കഴിഞ്ഞാൽ ബഗ്ദാദിലെ പള്ളിയിൽ വെച്ച് 7 ഖിറാഅത്ത് കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. ഖുർആൻ ജീവിതത്തിൽ വേണം മുഅ്മിനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശൂർ ജില്ലയുടെ ദീർഘകാല അധ്യക്ഷനായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി എസ്എൽകെ തങ്ങൾ, അല്ലാഹുവേ മഹാനവറുകളുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്, എപ്പോഴും പറയുമായിരുന്നു, ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ തർബിയത്ത്, ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശൈഖ് ഒരു ദിവസം ഓതുന്ന ഖുർആൻ പാരായണമായിരുന്നു. ഞങ്ങളെ പോലെയുള്ളവരോട് പറയും, മക്കളെ നിങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നവരാ, പ്രതികൂലമായി വരുന്ന അവസ്ഥയിൽ പുഞ്ചിരി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന്റെ താളം കണ്ടെത്താൻ കഴിയണമെങ്കിൽ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം ഖുർആൻ കൊണ്ട് കിട്ടുന്ന കരുത്ത് എന്റെ പ്രിയമുള്ളവരെ വലുതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. പരിശുദ്ധമായ കഅബയുടെ പടവുകൾ തീർക്കുന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ആ പടവുകൾ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ അല്ലാഹുവോട് ഗദ്ഗദത്തോടുകൂടെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, വിജനമായ ഈ മരുഭൂമിയുടെ ആരും വന്നെത്താത്ത കണ്ടെത്താത്ത ഈ വിജനതയിൽ ഞാൻ നിന്റെ കഅബ നിർമ്മിക്കുമ്പോൾ അല്ലാഹുവേ ഇതൊരു നാഗരിക ഭൂമികയാവണം അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആ കേട്ടോളൂ. റബ്ബനാ وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. സൂറത്തുൽ ബഖറ. പടച്ച തമ്പുരാനെ, ഈ കഅബ ഉൾക്കൊള്ളുന്ന പരിസരത്തെ ജനതയ്ക്ക് വേണ്ടി, ഈ കഅബയെ സമീപിക്കുന്നവർക്ക് വേണ്ടി
ഈ കഅബയുടെ പിന്നാലെ കൂടുന്നവർക്ക് വേണ്ടി ഇവിടെ ഒരു പ്രബോധകനായ പ്രവാചകൻ വരണേ. ആ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രധാന ആയുധം യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ഖുർആൻ ഓതുന്ന നബിയാവണേ അല്ലാഹ്. തലായത്തിലോ എന്ന പ്രയോഗം ഉസ്താദുമാരുള്ള സദസ്സനെ തനിച്ചിരുന്ന് ഓതിയാൽ മതി, മറ്റൊരാൾ കേട്ടാൽ തന്നെ അതൊരു പ്രബോധന, കേൾക്കുന്ന ശരീരത്തിന് പ്രബോധന. ഖുർആൻ ചേർത്ത് പിടിച്ചോളൂ, ഖുർആൻ ചേർത്ത് പിടിച്ചോളൂ. ഖുർആൻ കേൾക്കുന്നോടത്ത് നമ്മൾ നന്നാവലാണ്, ഖുർആൻ കേൾക്കുന്നോടത്ത് നമ്മൾ നന്നാവലാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മുൻകടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ വരുന്നതിന്റെ 2600 കൊല്ലം മുൻപായി ഇബ്രാഹിം നബി ദുആ ചെയ്തത്, അല്ലാഹുവേ ഈ കഅബയുടെ നാഗരിക ചരിത്രത്തെ കുറിച്ച് ലോകം വായിക്കുമ്പോ ഇതിന്റെ പരിസരത്ത് ഒരു നബി ഉണ്ടായിരുന്നു. ആ നബി പാരായണം ചെയ്തത് കേട്ടാൽ തന്നെ നിന്റെ ദീനിലേക്ക് ആളുകൾ ഒഴുകി എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണേ. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ പാരായണം തന്നെ സ്വന്തം ശരീരത്തെ നന്നാവാൻ അത് മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് സൗകര്യങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ടല്ലോ. ഉസ്താദേ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയൂല. എത്രയെത്ര ആലിമീങ്ങൾ നമ്മുടെ പരിസരത്ത് സരളമായ ഭാഷാ വൈഭവം കൊണ്ട് നമ്മോട് ഇടപഴകുന്ന പ്രബോധകരായ എത്രയെത്ര പണ്ഡിതന്മാർ നമ്മുടെ പരിസരത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ വ്യവസ്ഥാപിതമായിട്ട് അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ എത്ര ഒരുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ എത്ര ആപ്ലിക്കേഷനുകളുണ്ട്. എത്ര പ്രാവശ്യം സിനിമ കാണാൻ വേണ്ടി ഫേസ്ബുക്കിന്റെ ക്ലിപ്പുകളിലൂടെ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു തന്ന സൗകര്യത്തിൽ നാളെ വിചാരണ ചെയ്യുമ്പോ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് ആപ്ലിക്കേഷൻ വഴി ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ട് മുന്നിലുള്ള മുസഹഫിന്റെ അക്ഷരക്കൂട്ടങ്ങളിലൂടെ കണ്ണുകളോടിച്ച് ഒരു പേജ് തന്നെ 3 വട്ടം ഓതിയാൽ ഒരു മനുഷ്യന് ഖുർആൻ പാരായണം പഠിക്കാമല്ലോ. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി സയ്യിദുനാ നബിയുനാ റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയുമോ? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവര്. ഉസ്താദ് ഇരിക്കുന്നല്ലോ, ഞാൻ പറയട്ടെ, ഖൈർ എന്ന വാക്ക് സൂപ്പർലേറ്റീവ് ഫോമാണ്. ഏറ്റവും നല്ലവർ, ഇനി അതിനപ്പുറത്തേക്ക് മറ്റൊരാളില്ല. മഅനയുടെ ഭാഗത്തുകൂടി ഖൈർ എന്ന പദം മഫ്ഊൽ തഫ്ളീലാണ്. ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയയിൽ പറഞ്ഞത് അങ്ങനെയാ. മഅനയുടെ ഭാഗത്തിൽ, അതായത് ഇനി അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് നന്നാവാൻ ചാൻസ് ഇല്ല. ഒരാൾ ഏറ്റവും നല്ലതാകുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? അയാൾ മഹല്ലിന്റെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, അയാള് സംഘടനയുടെ തലപ്പത്ത് വരുമ്പോഴല്ല. സഹോദരി, നീ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയാൽ നിന്നെ കുറിച്ച് നല്ലവളെന്ന് പറഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിന്നെ കുറിച്ച് നല്ലവളെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തണോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ തഅല്ലമൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നോ? പഠിക്കാന്ന് പറഞ്ഞ ചില നിലവാരമില്ലാത്ത പരിഭാഷ എടുത്ത് വെച്ചിട്ട് ഖുർആൻ പഠിക്കലല്ല. എത്ര ചാതുര്യമാർന്ന ശൈലിയിൽ പാരായണം, എത്ര മനോഹരമായ പാരായണം. കേൾക്കാലോ, കേട്ട് ആസ്വദിക്കാലോ, തജ്വീദ് പഠിക്കാലോ, വീണ്ടും വീണ്ടും മനഃപ്പാഠമാക്കാലോ. പരിഭാഷ പഠിക്കണമെന്നില്ല. ഒരു ഭാഷയിലൂടെ ഖുർആൻ പരിചയപ്പെടുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ കാര്യമാണ്. എന്റെ സാധാരണക്കാരന് സൗഭാഗ്യം വേണോലോ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹാജി ഉണ്ടായിരുന്നു. അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. സമ്പാദ്യം മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. ആ ഹാജിയുടെ മകൻ, മൂത്ത മകനും രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനും ഹാജിയും ഒരേ സമയം ഒരു ദർസിൽ മഹല്ലിയും മിഷ്കാത്തും ഓതിക്കൊണ്ടിരിക്കുന്നു. വാപ്പയും മക്കളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. വയസ്സ് കാലത്ത് കിതാബ് ഓതി പഠിക്കാനുള്ള മോഹം.
അങ്ങനെ കിതാബ് ഓതി പഠിച്ചു. ശൈഖുന ചെറുവാളൂർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു, മഹാനായ ഹസനുൽ വരവൂര് മസ്താനുപ്പാപ്പയുടെ പുണ്യമാക്കപ്പെട്ട ദർഗയുടെ പുറത്ത് ഒരു ഖബർ കാണാം. പെരുമ്പാവൂർ ഓളംപള്ളിക്കാരനായ ഹസൻ ഹാജി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയ മഹാനാണ്, എന്റെ നാട്ടുകാരനാണ് മഹാനായ ഹസൻ ഹാജി. അദ്ദേഹത്തെ കുറിച്ച് ചെറുവാളൂർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പിൽക്കാലങ്ങളിൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പല കാര്യങ്ങളെയും കുറിച്ച് ചോദിച്ചു പഠിക്കുമായിരുന്നു. എത്രത്തോളം ഖുർആൻ പഠിക്കാൻ ഈ ലോകം മുന്നോട്ട് വരുന്നു. അടുത്ത നൂറ്റാണ്ടിന്റെ സൂര്യോദയം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ളതായ ആളുകൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് ഈ വെളിച്ചത്തിലേക്ക് വരുന്ന സ്നേഹത്തിന്റെ ഒരു യുഗം കാണാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹം പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സ്നേഹം പറഞ്ഞ ഗ്രന്ഥം, കരുണയെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥം. പരിഭാഷ കൊണ്ട് പഠിക്കാൻ പോയോടത്ത് പരാജയപ്പെട്ട ആളാണ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദിഷണാശാലി, ഒരുപാട് ഗ്രന്ഥസഞ്ചാരം നടത്തിയ ജീവിതം, കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് ബോധ്യപ്പെട്ട മഹാനായ മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന മഹാപണ്ഡിതനോട് ഖുർആൻ എന്ന് പരിഭാഷപ്പെടുത്തി തരാൻ ആവശ്യപ്പെട്ടു. മൗലാന പരിഭാഷപ്പെടുത്തി കൊടുത്തു. നെഹ്റുവിനൊന്ന് പഠിക്കാൻ. മൗലാന പരിഭാഷയുടെ കാര്യത്തില്, ഖുർആന്റെ തഫ്സീർ എഴുതുന്ന കാര്യത്തിൽ കിടയേറ്റ വ്യക്തിയാണ്. 27 വർഷം കൊണ്ട് ഖുർആന്റെ പരിഭാഷ ഉണ്ടാക്കി. തർജുമാനുൽ ഖുർആൻ, ഉറുദു ഭാഷ. ആദ്യത്തെ ഉറുദു തഫ്സീർ ഗ്രന്ഥം അതാണെന്നാ പറയുന്നത്. 27 വർഷം കൊണ്ട് നെഹ്റു ഖുർആൻ പഠിച്ചു. ഇംഗ്ലീഷ് കോപ്പിയാ. പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ശീർഷകത്തിൽ നിജപ്പെടുത്തി ഈ ഗ്രന്ഥത്തെ ഒന്ന് അവതരിപ്പിച്ചുകൂടെ എന്നൊരു അഭിപ്രായവുമായി ആ ശീർഷകം ഏതെന്ന് കൃത്യമായി പറയാൻ കഴിയാതെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൗലാനയെ സമീപിക്കുന്ന ഒരു ചരിത്രത്തിന്റെ അസുലഭമായ മുഹൂർത്തമുണ്ട്. തോളിലൊന്ന് കൈവച്ചു മൗലാന തിരിഞ്ഞു നോക്കി. എന്ത് പറ്റി? ഈ ഗ്രന്ഥം വായിച്ചിട്ട് അതിലൊരു കൃത്യമായ ശീർഷകം ചേർത്താൻ എനിക്ക് കഴിയാതെ പോകുന്നു എന്ന് പറയുന്നിടത്ത് മൗലാന തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പല ആവർത്തി വായിച്ചു വന്ന നെഹ്റുവിനോട് ചോദിച്ചു, Did you read? വായിച്ചോ? നെഹ്റു പറഞ്ഞു, Yes, but I didn't understand the complete part of the Quran. ഇത് മുഴുവനും എന്റെ വിഷയത്തിലെ വിഭാവനം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. മൗലാന played because the Quran is the sentence of the God. ഇത് ദൈവവചനം, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വചനം, ഇത് മനുഷ്യചിന്തക്കപ്പുറത്തുള്ള വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. അനന്തവിശാലമായ സമുദ്രത്തിന്റെ വെള്ളം മുഴുവൻ മഷിയായി സങ്കല്പിച്ചോളൂ. ഈ ഭൂമിയിൽ നാം പെടുത്ത സർവ്വ ചെടികളും സസ്യലതാദികളും മരങ്ങളും മരക്കുറ്റികളും എല്ലാം കുറിപ്പിച്ചെടുത്തുകൊണ്ടത് പേനയാക്കി ആ മഷിയിൽ മുക്കി ഖുർആന്റെ വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചാൽ എല്ലാ മഷിയും ഇങ്ങനൊന്ന് സങ്കല്പിക്കാൻ മനുഷ്യന് കഴിയോ? അതാണ് അല്ലാഹുവിന്റെ വചനം. അതാണ് അല്ലാഹുവിന്റെ വചനം. എന്റെ പ്രിയമുള്ളവരെ, ഇത് പഠിക്കുന്നവരും ഇത് പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും വലിയവര്, ഏറ്റവും ഖൈർ അവരാണ്, ഏറ്റവും ഉന്നതരവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇത് പാരായണം ഉണ്ടാവണം. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പാരായണം ചെയ്യൽ തന്നെയായിരുന്നു ദഅവത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇത് പാരായണം ചെയ്തോടത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പാരായണം കൊണ്ട് ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഖുർആൻ.